நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ് ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വീട്ടിലുണ്ട്. കൊണ്ടുവരേണ്ടെന്ന് ഞാനാ പറഞ്ഞത്. നിരഞ്ജന ഇവിടെ വെച്ച് ഈ വേഷത്തിൽ ശ്രുതിമോൾ കാണണ്ടെന്ന് കരുതി. നന്നായി. അമ്മയും ശങ്കരമ്മാവനും വന്നിരുന്നു. എന്നിട്ട് ഒരുവിധം ആശ്വസിപ്പിച്ച് അവരെ അയച്ചു. അത് നന്നായി സർ. ഒരു കാരണവശാലും ഇവിടേക്ക് വിടരുത്. പോലീസ്, കോടതി, ജയിൽ, ഇതൊക്കെ കേൾക്കുന്നതേ അമ്മയ്ക്ക് പേടിയാ. ആ, ഞാൻ അഡ്വക്കേറ്റ് സിദ്ധാർത്ഥനുമായി സംസാരിച്ചിരുന്നു. കേസ് നമുക്ക് അനുകൂലമാകുമെന്നാ അയാൾ പറഞ്ഞു. പിന്നെ ആശുപത്രിയുടെ കാര്യം അത് വഴിയേ നോക്കാം. ആ സ്വാമി, സാർ പറയും. സ്വാമി പറ്റുമെങ്കിൽ അവിടെ വീട്ടിൽ തന്നെ തങ്ങണം. പുറത്തുള്ള ചലനങ്ങൾ ശ്രദ്ധയോടെ നിരീക്ഷിക്കണം. അറിയാം. നിങ്ങൾ സംസാരിക്കുക. ഞാൻ സ്വാമിയെ പുറത്തുണ്ടാവും. സ്വാമി, സൂപ്രണ്ട് സാറിന് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാ വഴിവിട്ട് ഒരു 5 മിനിറ്റ് സമയം കൂടിക്കാഴ്ചയ്ക്ക് അനുവദിച്ചു തരുന്നത്. നിനക്ക് ഒന്നും പറയാനില്ലേ? ഞാൻ എന്ത് പറയാനാ? ഞാൻ കാരണം നിങ്ങള് നീ കാരണമെന്ന് പറയാൻ നീയാണോ ഡോക്ടർ സുനിതയെ കൊന്നത്? അല്ലല്ലോ. എതിരാളികൾ ഒരുക്കിയ സാഹചര്യ തെളിവുകൾ എന്ന സമർത്ഥമായ കെണിയിൽ നീ വീണു. അല്ലെങ്കിൽ നിന്നെ അവർ വീഴ്ത്തി. അങ്ങനെ പറയുന്നതാവും ശരി. പാവം സുനിത. ഇതിനാണ് പറയുന്നത് താങ്ങാനാവാത്ത സ്വപ്നങ്ങൾ ചുമക്കരുതെന്ന്. ഉയിര് മറന്ന് ഇരു കൈയും കൊണ്ടും വെട്ടിപ്പിടിക്കാൻ നോക്കരുതെന്ന്. യാത്ര മുഴുമിപ്പിക്കാനാവില്ല. പാതി വഴിയിൽ പുഴമധ്യത്തിൽ മുങ്ങിപ്പോവും. വിശാലായിരിക്കും ഇതിന് പിന്നിലല്ലേ? ആ, തറപ്പിച്ച് പറയാനാവില്ല. 1000 തവണ ഞാനും ചിന്തിച്ചു നോക്കി. സുനിതയുടെ കഴുത്ത് വരഞ്ഞ സർജിക്കൽ ബ്ലേഡ് പിടിച്ച കൈ ആരുടേതായിരിക്കുമെന്ന്. ആരെയും പിൻപോയിന്റ് ചെയ്തു പോവാൻ ആവില്ല നമുക്ക്. ചിലപ്പോ നമ്മൾ ഉന്നമിക്കുന്ന ആളാവില്ല യഥാർത്ഥ പ്രതി. എന്നുവെച്ച് അയാൾക്ക് വേണ്ടി, ആ അജ്ഞാതനായ ക്രിമിനലിന് വേണ്ടി ആയുഷ്കാലം ജയിലിൽ കിടക്കാനാവില്ലല്ലോ. കിടക്കില്ലല്ലോ. ഗ്രഹണ സമയത്ത് സൂര്യനൊന്നും മങ്ങും. ചിലപ്പോ സത്യത്തിന്റെ കാര്യം അങ്ങനെയാണ്. പക്ഷേ ഗ്രഹണം മാറും, മാനം തെളിയും. സത്യത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. നമുക്ക് എല്ലാം നഷ്ടപ്പെടുക. ആശുപത്രിക്ക് പൂട്ട് വീഴുന്നു. ചിലപ്പോ അക്കൗണ്ടുകളും അസറ്റുകളും ഫ്രീസ് ചെയ്യപ്പെട്ടേക്കാം. അന്തസ്, അഭിമാനം, സമാധാനം എല്ലാം ഒന്നിനു പുറകെ ഒന്നായി കുത്തി ഒലിച്ചു പോവുക. നീ ഈ പറഞ്ഞതൊക്കെ തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ. നഷ്ടപ്പെടാതെ നോക്കേണ്ടത് അവശേഷിക്കുന്ന ജീവിതമാണ്. ഒരു ലക്ഷ്യമില്ലാതെ കുത്തിവരച്ച് കളഞ്ഞ ജീവിത പുസ്തകത്തിന്റെ ഇനിയുള്ള താളുകളിൽ വൃത്തിയായും വെടിപ്പായും അക്ഷരത്തെറ്റില്ലാതെ കുറച്ച് ദിവസങ്ങൾ എഴുതി ചേർക്കുക. അതാണ് വേണ്ടത്. ശ്രുതിമോളെ കൃത്യമായി സ്കൂളിൽ വിടണം. വെറുതെ വീട്ടിലൊരു മുറിയിൽ അടച്ചിരുത്തിയാൽ അത് മാത്രമായി മാറും ശ്രുതിമോളുടെ ലോകം. മുറിയുടെ ചതുരക്കളത്തിലും മൊബൈൽ ഫോണിന്റെയും ടാബിന്റെ സ്ക്രീൻ സ്പേസിലും മാത്രമായി ഒതുങ്ങും ശ്രുതിമോളുടെ എൻഡയർ വേൾഡ്. അത് പാടില്ല. പൊട്ടക്കിണറ്റിലെ തവളയാകാൻ വേണ്ടിയല്ല നമ്മൾ മക്കളെ വളർത്തുന്നത്. മറിച്ച് അതിരുകളില്ലാത്ത ആകാശത്ത് പറന്നു നടക്കാനുള്ള കരുത്ത് അവരുടെ ചിറകുകൾക്ക് നൽകുകയാണ് വേണ്ടത്. ഡാഡി കഴിഞ്ഞ ദിവസം ശ്രുതിമോളുടെ സ്കൂളിൽ പോയിരുന്നു. സാറ് പൊയ്ക്കോട്ടെ, പക്ഷേ നീയും പോണം. അമ്മ വലിയ ഫാഷൻ മോഡലാണെന്ന് പറയുന്നതിനേക്കാൾ ശ്രുതിമോൾക്കിഷ്ടം അമ്മ
എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു, എനിക്കിഷ്ടമുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി തരുന്നു, എന്നെ കഥ പറഞ്ഞുറക്കുന്നു. ഇങ്ങനൊക്കെ കൂട്ടുകാരോട് പറയുന്നതാവും. തെരുവോരങ്ങളിലും കടത്തിണ്ണയിലും മെട്രോ പില്ലറുകൾക്ക് താഴെയൊക്കെ മക്കളെ ചേർത്തണച്ച് കിടന്നുറങ്ങുന്ന അമ്മമാരെ കണ്ടിട്ടില്ലേ നീ? വിയർപ്പും ചെളിയും ഇഴുകിപ്പുരണ്ട് മുഷിഞ്ഞു നാറുന്ന ചേലയുടെ തുമ്പുകൊണ്ട് മക്കളെ പുതുപ്പിച്ചുറക്കുന്നവർ. സത്യത്തില് ലോകത്തെ ഏറ്റവും സമ്പന്നർ ആ കുഞ്ഞുങ്ങളാ. അവർക്ക് വില കൂടിയ വസ്ത്രങ്ങളില്ല, കാൽപാദങ്ങളെ പൊതിഞ്ഞു പിടിക്കാൻ വില കൂടിയ ഷൂസുകളില്ല, ഉറങ്ങാൻ വീടില്ല, പതുപതുത്ത മെത്തയില്ല. പക്ഷേ അമ്മയുടെ കരുതലിന്റെ കൈകളുടെ ഒരു പുതപ്പ് അവർക്കുണ്ട്. അതാണ് അവരുടെ സ്വർഗം. അതാണ് യഥാർത്ഥ സ്വർഗം. ആ ഡോക്ടർ സാറേ, സംസാരിച്ചു കഴിഞ്ഞെങ്കിൽ. സോറി, ഒരു മിനിറ്റ്. ഇനിയൊന്നും പറയാനില്ലല്ലോ. അത് ഞാൻ സാമ്പ്രാണിക്കൊടി വരെ ഒന്ന് പോവും. നമ്മുടെ വീട്ടില് അമ്മയെ ഒന്ന് കാണണം, ഒരു മനസ്സമാധാനത്തിന്. എന്താ പെട്ടെന്നൊരു തോന്നൽ? തോന്നി, അത്ര തന്നെ. പക്ഷേ ഒറ്റയ്ക്ക് പോകണ്ട. ഇല്ല, സ്വാമിയേട്ടനെ അല്ല, സ്വാമിയും കൂട്ടി. സ്വാമിയേട്ടൻ തന്നെ വിളിച്ചോളൂ, പ്രായത്തിൽ മൂത്ത ആളല്ലേ. പിന്നെ ഒരു കാര്യം ഓർത്തോണം, നമുക്ക് തിരിച്ചറിയാനാവാത്ത ഒരുപാട് ശത്രുക്കൾ നമുക്ക് ചുറ്റുമുണ്ട്. ശരി ശരി. അക്ഷര, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്, കൊതിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. സാമ്പ്രാണിക്കുടിയിലെ വീട്ടിലേക്ക് നീ എൻ്റെ ഒപ്പം ഇടയ്ക്കൊക്കെ ഒന്ന് വന്നിരുന്നെങ്കിലെന്ന്. വേറൊന്നിനുമല്ല, ദേവൂട്ടിയമ്മ എന്ന ആ പാവസ്ത്രീ എൻ്റെ അമ്മ. നമ്മൾ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്ന് കരുതി ആശ്വസിച്ചോട്ടെ എന്നോർത്ത്. ഇതിപ്പോ സന്തോഷമാണോ സങ്കടമാണോ എന്റെ മനസ്സിൽ തോന്നുന്നതെന്ന് എനിക്കറിയില്ല. ഒന്നു മാത്രം അറിയാം, യുദ്ധം ജയിച്ചു, രാജ്യം നഷ്ടപ്പെട്ടു. അതാണ് ഡോക്ടർ നിരഞ്ജന്റെ അവസ്ഥ. എല്ലാരും പോയോ ഡോക്ടറെ? പോയി. ഞങ്ങളിവിടെ ജയിൽ ചാടുന്നതിനെ കുറിച്ച് പല കുഞ്ഞ് ചിന്തിക്കായിരുന്നു. ആഹാ, കൊള്ളാമല്ലോ. എന്തൊക്കെ ഐഡിയകളാണോ ആവിഷ്കരിച്ചത്? സാറേ, എനിക്ക് ഭ്രാന്തം കീർക്കൊന്നുമല്ല, ഒരു തുരങ്കം ഉണ്ടാക്കാനാ എന്റെ ലക്ഷ്യം. ഇവിടുന്ന് ഒരു തുരങ്കം ഉണ്ടാക്കിയാൽ നേരെ പഴവങ്ങാടി അമ്പലത്തിന്റെ അവിടെ എത്തും. അവിടുന്ന് ഒരു ജമ്പാണ് ആമഴഞ്ചാൻ തോട്ടിലേക്ക്. അവിടുന്ന് നീന്തി 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 നേരെ ആ കുളങ്കായലിലേക്ക് എത്തും.